തിരുവനന്തപുരത്ത് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ ശേഷം സുമതി വളവിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ യുവാക്കൾ അറസ്റ്റിൽ. സമാന സംഭവങ്ങൾ തങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ട് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. പ്രതികൾ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി 10 കിലോമീറ്റർ പരിധിയിലുള്ള തൽപര കക്ഷികളെ വരെ കണ്ടെത്താൻ സാധിക്കും. ഇവരെ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച 1-2 പ്രതികളുമായി കാറിൽ സ്വവർഗരീതിയിൽ ഏർപ്പെടും. ഈ സമയം അപരിചിതരെ പോലെ 3-4 പ്രതികൾ കാറിൽ കയറി വാഹനം വേഗത്തിൽ ഓടിച്ചു പോകും. ഇതാണ് ഇവരുടെ രീതി. വ്യാഴാഴ്ച വൈകിട്ട് വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ മുക്കുന്നൂർ ഭാഗത്ത് വെച്ചാണ് പ്രതികളും യുവാവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. തുടർന്ന് പ്രതികൾ പരാതിക്കാരനെ മർദ്ദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മുഖംമൂടി കെട്ടി കാറിൽ കടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു. ആഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന ശേഷം പ്രതികൾ ഇയാളെ മർദ്ദിച്ച് അവശനാക്കി പാലോട് സുമതി വളവിൽ ഇറക്കി വിട്ടു. സുമതി വളവിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവ് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികൾ ഈ സമാന സ്വഭാവത്തിൽ കഴിഞ്ഞ മാസങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ചെയ്തു വരികയാണ്. അപമാനം ഭയന്ന് പലരും പണം നഷ്ടപ്പെടുന്ന പലരും പരാതികൾ കൊടുക്കാൻ മടിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പ്രതികളുടെ അക്കൗണ്ടിലേക്ക് നല്ല തുക, ലക്ഷങ്ങളുടെ തുകകൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സിനെ പറ്റിയും മറ്റും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും. കൃത്യം നടന്ന 48 മണിക്കൂറിനകം പ്രതികളെ എല്ലാവരെയും വെഞ്ഞാറമൂട് പോലീസ് പിടികൂടി. പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ജില്ല വിട്ട് എറണാകുളത്തേക്ക് ബൈക്കിൽ കടക്കാൻ ശ്രമിച്ചു. മൊബൈലിന്റെ ലൊക്കേഷൻ സഹിതം ഹൈവേ പോലീസിന് വിവരം നൽകിയതനുസരിച്ച് ആലപ്പുഴ പുന്നപ്പുറയിൽ വച്ചാണ് പ്രതികളെ പിടികൂടിയത്. മടത്തറ സ്വദേശി സൽമാൻ, കൊല്ലയിൽ സ്വദേശി സുധീർ, ചിതറ സ്വദേശി സജിത്, കുളത്തുപുഴ സ്വദേശി ആഷിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലോട്, കല്ലറ, പാങ്ങോട് പ്രദേശവാസികളെ സംബന്ധിച്ച് സുമതി വളവ് പണ്ടൊരു പേടി സ്വപ്നമായിരുന്നു. പിന്നീട് അതൊരു കൗതുകമായി മാറി. ഒരിടവേളയ്ക്ക് ശേഷം സുമതി വളവ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.